ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈവനിങ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഈവനിങ്ങിൽ പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ നിർബന്ധമാണ്. അപ്പോൾ നന്ദുവും പാറും ഒക്കെ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അവർ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ ഉപ്പും മുളകുമാണ്. അതിപ്പോൾ നെറ്റിലാണെങ്കിലും ടി വിയിലാണെങ്കിലും അവരതിലാണ് കാണാറ്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും ഉപ്പും മുളകും ലവേഴ്സ് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2 ദിവസത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചായ വെച്ചതും കുട്ടികൾ കൊണ്ടുപോയ ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാകും, കാരണം ജലദോഷം, പനി എന്നിവയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അങ്ങനെ നാളെ തൊട്ട് അത്തം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഉമ്മറമൊക്കെ ഒന്ന് അടിച്ച് വിട്ട് കഴുകിയൊക്കെ വിട്ടു. ചുറ്റോടും ചുറ്റും കഴുകി കേട്ടോ, കഴുകിയൊക്കെ വിട്ടു. പക്ഷേ ഇത് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ അങ്ങനെ എല്ലാം കഴുകി സെറ്റായ ശേഷം പാറുവിനും നന്ദുവിൻ്റെയും ഒരു ജോലി എന്ന് പറയുന്നത് ചെടികൾ നനയ്ക്കുക എന്നാണ്. അപ്പോൾ അവർ മാറി മാറി ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പച്ചമുളകും കറിവേപ്പിലയും തുളസിയും തെങ്ങിലും എല്ലാത്തിലും വെള്ളം ഒഴിച്ച് അവർ ഫുള്ളായി നനയ്ക്കാറുണ്ട്. ഇവിടെ മഴ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ചെടിയിലൊക്കെ വെള്ളം നനയ്ക്കണത്. പിന്നെ അങ്ങനെ പാറു നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പച്ചമുളക് കുറേ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ അവൾ ഓരോന്നായി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്, ഈ ഭാഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എല്ലാം ഓരോന്നോരോന്നായി വലിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് ഇതിലൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ പച്ചമുളക് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയ ആ ചെടിയിൽ നിന്ന്. പിന്നെ വൈകുന്നേരം മേലൊക്കെ കഴുകി ഫ്രഷായി പിന്നെ വിളക്ക് തൊഴുതു. വിളക്കൊക്കെ കത്തിച്ച് നന്ദുവിനും പാറും ഒക്കെ വിളക്കൊക്കെ തൊഴുത് അവർ പഠിക്കാനിരുന്നു. അവരങ്ങനെ പഠിക്കാൻ ഇരിക്കുകയാണ്. എക്സാമൊക്കെ സ്റ്റാർട്ടായി. നിങ്ങളുടെ കുട്ടികൾക്ക് എക്സാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഡിന്നർ പരിപാടിക്ക് കടന്നു. ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ച ശേഷം ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചു. അതിനുശേഷം തക്കാളിയും ഉള്ളിയും, ചിക്കൻ കറിക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വെക്കുകയാണ്. ഒരു ചെറിയ റെസിപ്പിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. ഞാൻ അതും പറയാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം ഒക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ച ശേഷം 2 മീഡിയം സൈസ് വെങ്കായം എടുക്കുക. നല്ലോണം പൊടിയായി അരിഞ്ഞിട്ട് നല്ലോണം വതക്കുക. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിനുശേഷം അതും വതക്കിയിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോയ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വതക്കുക. അതൊരു അതിൻ്റെ റോ സ്മെല്ല് പോയ ശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേകണ വരെ നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് വതക്കി കൊടുക്കാം. പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് ഏറ്റവും കൂടുതൽ എൻഹാൻസ്ഡ് തരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും ഇട്ടു. എന്നിട്ട് ചിക്കൻ അരച്ച് വെച്ചത് ചിക്കനിലേക്ക് ഒഴിച്ചു ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ചപ്പാത്തി പരത്താൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ചപ്പാത്തി പണി എന്ന് പറയുന്നത് തന്നെ വലിയൊരു പണിയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി, അപ്പോൾ കൂട്ടാനും അപ്പുറത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2-3 പരത്തിയ ശേഷം ഞാൻ ദോശക്കല്ല് വയ്ക്കും. എന്നിട്ട് ചപ്പാത്തി പരത്തുകയും ചെയ്യും, ചുടുകയും ചെയ്യും. രണ്ടും എൻഹാൻസ്ഡ് കൊണ്ടുപോകാറുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കൂട്ടാനിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. കരിവേപ്പില ഞാൻ എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് ഇടാറ്, കാരണം മുഴുവനായിട്ട് അത് മാറ്റി വെക്കാറുണ്ട്. പിന്നെ TV കാണുന്ന നേരത്തിൽ എന്താ പറയുക, ഇങ്ങനെ പൊടിയായി ഇട്ട് കഴിഞ്ഞാൽ അത് അതോടെ കഴിച്ചോളും. അപ്പോൾ നല്ലോണം
കട്ട് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. പിന്നെ ചപ്പാത്തി ഒരു ഭാഗത്തും കൂട്ടാൻ ഒരു ഭാഗത്തും ഇടുന്നുണ്ട്. ലാസ്റ്റ് കൂട്ടാനിൽ കറിവേപ്പിലയും മല്ലിത്തഴയിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഡിന്നർ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.